ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തന്ത്രങ്ങൾ പാളിയോ, തന്ത്രങ്ങൾ തെറ്റിയോ എന്നാണ് ചോദ്യം. സ്മൃതി, തന്ത്രങ്ങൾ കുറച്ച് കാലമായിട്ട് തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ തെറ്റിയ തന്ത്രം തന്നെ വീണ്ടും വീണ്ടും എടുത്ത് വീണ്ടും പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. തന്ത്രങ്ങൾ എന്നത് മാത്രമല്ല, പ്രചാരണ രീതി, പ്രചാരണ വിഷയം, ഉന്നയിക്കുന്ന രീതി, ചോദ്യങ്ങൾക്കുള്ള മറുപടി, വിമർശനങ്ങളോടുള്ള സമീപനം, ഇതൊക്കെ തന്നെയും പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ എങ്ങനെ തോറ്റു എന്ന് പറയുമ്പോൾ തെക്ക് ഭാഗത്തുള്ള തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന വിഷയം തന്നെയാണ്. വടക്ക് മലബാറിലേക്ക് പോകുമ്പോൾ വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ചത് അവിടെ മുസ്ലിം ന്യൂനപക്ഷത്തെ പൂർണ്ണമായും എതിരാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ചില സമയത്ത്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ന്യൂനപക്ഷം കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു, അത് BJP അകറ്റാനെന്ന തീരുമാനത്തിൽ. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ലാതെ പിന്തുണച്ചവർ പോലും ഇപ്പോൾ ആ പിന്തുണ വേണ്ടെന്ന് വെക്കുന്നത് ആ സമീപനത്തിലുള്ള സംശയം കൊണ്ടാണ്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൗരത്വ വിഷയം, അതോടൊപ്പം തന്നെ CA വിഷയമൊക്കെ വലിയ വിഷയമായി ഉന്നയിക്കുകയും ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷകർ എന്ന രൂപത്തിൽ തന്നെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് ഫലം അത് തിരിച്ചടിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച ന്യൂനപക്ഷ വോട്ട് കിട്ടിയതുമില്ല. അപ്പോൾ നേരെ തിരിച്ചായി, വേഗം ഉൾട്ടയായി തിരിച്ച് തീരുമാനത്തിലേക്ക് പോകുന്നു. അപ്പോൾ പൂർണ്ണമായും ഇവിടെ ആകെ ഒരു മുസ്ലിം തീവ്രവാദം നിൽക്കുന്നു എന്ന രൂപത്തിൽ, കേരളത്തിൽ അതാണ് ഒരു വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്ന രൂപത്തിൽ പ്രചാരണങ്ങൾ പോവുകയാണ്. അങ്ങനെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി, UDF കൂട്ടുകെട്ട് എന്ന് ആവർത്തിച്ച് പറയുന്നു. ഉപതെരഞ്ഞെടുപ്പുകൾ കണ്ടു. അതിനുശേഷം ഇപ്പോഴിതാ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ രീതിയിൽ തിരിച്ചടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ തെറ്റ് തിരുത്തുമെന്ന് നേരത്തെ ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തെറ്റ് തിരുത്തുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ആ തെറ്റ് തിരുത്തൽ എന്ന് ഉദ്ദേശിച്ചത് ഭൂരിപക്ഷ വോട്ട് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുശേഷമാണല്ലോ ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയമായ തീരുമാനം തന്നെയായിരുന്നു. അത് നടത്തിക്കൊണ്ട് ഭൂരിപക്ഷത്തെ അടുപ്പിക്കാൻ കഴിയും എന്ന് കരുതി. അങ്ങനെ ആ സമയത്ത് സമുദായ നേതാക്കളടക്കം പിന്തുണയ്ക്കുകയും ആ വേദി ആ തരത്തിൽ റിച്ചായി എല്ലാ നേതാക്കളെയും കൊണ്ടുവരാനൊക്കെ കഴിഞ്ഞു. അതൊരു വലിയ നേട്ടമായി അവർ വിലയിരുത്തി. പക്ഷേ അത് തിരിച്ചടിക്കുന്ന രീതിയിൽ അതിനേക്കാൾ വലിയൊരു ഗുരുതരമായ വിഷയമായി ശബരിമല സ്വർണ്ണക്കൊള്ള വരികയാണ്. പക്ഷേ ആ ശബരിമല സ്വർണ്ണക്കൊള്ള വന്ന ഘട്ടത്തിൽ അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? അത് ആരോ ചെയ്യുന്ന കാര്യമാണ്, അത് അന്വേഷിക്കട്ടെ എന്ന രൂപത്തിൽ പറയുകയും പാർട്ടിയുടെ തന്നെ ഭാഗമായവർ ജയിലിൽ പോയിട്ടും അത് ശരിയായ സമയത്ത് ആലോചിച്ച് ഞങ്ങളുടേതായ സമയത്ത് അതിൽ തീരുമാനമെടുക്കുമെന്ന് പറയുകയും ചെയ്യുകയാണ്. അത് ഒരു തരത്തിൽ വലിയ രീതിയിൽ തന്നെ തെക്ക് തിരിച്ചടിച്ചു എന്നുള്ളതാണ്. നേരത്തെ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് മലബാറിൽ വലിയ രീതിയിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി ബന്ധം പറയുന്നത് CPM പറയുന്നു. അതിന് തൊട്ടു പിന്നാലെ അത് ഏറ്റെടുത്തുകൊണ്ട് വെള്ളാപ്പള്ളി പറയുമ്പോൾ വെള്ളാപ്പള്ളി അത് അതിവർഗീയമായ രീതിയിൽ ഉള്ള പരാമർശങ്ങൾ നടത്തുകയാണ്. മലപ്പുറം ജില്ലയിൽ അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്നു എന്ന് പറയുന്നു. ഒരു ഘട്ടത്തിൽ പോലും വെള്ളാപ്പള്ളി തെറ്റാണെന്നോ വെള്ളാപ്പള്ളിയെ തിരുത്താനോ ശ്രമിക്കാതെ അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ വെള്ളാപ്പള്ളിക്ക് നൽകിയ സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന് ഷോൾ പുതപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ കാണുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹത്തെ സ്വന്തം വാഹനത്തിൽ കയറ്റിക്കൊണ്ടുവരുന്നതാണ്. ഈ പിണറായി വിജയൻ നേരത്തെ വെള്ളാപ്പള്ളിക്കെതിരെ എടുത്തിട്ടുള്ള കടുത്ത നിലപാട് കേരളത്തിന് ഓർമ്മയുണ്ടെന്നേ. നൗഷാദ് എന്നൊരു ഓട്ടോറിക്ഷക്കാരൻ മാൻഹോളിൽ വീണവരെ രക്ഷിക്കുന്നതിനിടയിൽ മരിക്കുന്നു. അതിനുശേഷം ആ കുടുംബത്തിന് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരാണ് സഹായം നൽകിയപ്പോൾ മുസ്ലിം ആയിരുന്നെങ്കിൽ സഹായം കിട്ടുമെന്നുള്ള വളരെ മോശമായ പരാമർശം വെള്ളാപ്പള്ളി നടത്തിയപ്പോൾ ഈ അതിശക്തമായി, അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു, അതിശക്തമായി പ്രതികരിച്ച പിണറായി വിജയനാണ്. അതേ പിണറായി വിജയനാണ് പിന്നീട് വെള്ളാപ്പള്ളി നടത്തിയ വർഗീയ പ്രതികരണങ്ങളൊന്നും കാണാതെ പോകുന്നത്, അതല്ലെങ്കിൽ അത് നമുക്കുള്ള നേട്ടമാകട്ടെ എന്ന രൂപത്തിൽ കണ്ണടക്കുകയും ചെയ്തിരിക്കുന്നത്. അത് വലിയ രീതിയിൽ തിരിച്ചടിച്ചു എന്നുള്ളതാണ്. ഇതിലൊക്കെ ഒരു തിരുത്തൽ നടത്തുമോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ തിരുത്തൽ ഇപ്പം നമുക്കറിയാം, തൃശ്ശൂരിലെ കാര്യം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കുന്നു. MR അജിത് കുമാർ RSS നേതാക്കളെ കാണുന്നു. പൂരം കലക്കൽ എന്ന വിഷയം വരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒരു ഒത്തുതീർപ്പ്, അല്ലെങ്കിൽ രണ്ടു കൂട്ടരും തമ്മിലൊരു ധാരണയുണ്ട് എന്നൊരു സംശയം ഉണ്ടാവുകയായിരുന്നു. ആ സംശയം തീർക്കുന്ന രൂപത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഉള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ള എന്നുള്ളതാണ്. ആ സംശയങ്ങൾ ഉയർന്നത് മുന്നണിക്കകത്തുനിന്ന് തന്നെയാണ്. അതിന് കൃത്യമായ മറുപടികൾ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും ബാധിക്കുന്ന രൂപത്തിലുള്ള കേസുകൾ, കേന്ദ്ര ഏജൻസികൾ വന്നിട്ടുള്ള കേസുകളൊക്കെ അന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിൽ അങ്ങ് നിന്നു പോകുന്നു. അതെന്തുകൊണ്ട് നിൽക്കുന്നു എന്ന ചോദ്യം, അതും ഒത്തുതീർപ്പാണ് എന്ന രൂപത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ അതിന് മറുപടി പറയാൻ പറ്റാതെ വരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയും BJP യഥാർത്ഥത്തിൽ CPM എതിർക്കുകയാണോ, BJPയെ എതിർക്കുന്ന യഥാർത്ഥത്തിൽ CPM ആണോ എന്ന ചോദ്യം ഇടതുപക്ഷത്തോട് ചേർന്നു നിന്നവർക്ക് പോലും ആ സംശയമുണ്ടായി. അപ്പോൾ BJPയെ ചേർക്കാൻ കേരളത്തിലും കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണ്, അല്ലെങ്കിൽ UDFനെ പിന്തുണയ്ക്കുകയാണ് നല്ലത് എന്നൊരു തോന്നലുണ്ടായി. അത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇനി 2010 സംഭവിച്ചതിൻ്റെ തുടർച്ച അതുപോലെയാണ് ഇപ്പോൾ എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. 2010 എന്ന് പറയുമ്പോൾ അന്ന്
VS പിണറായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല, അന്നത്തെ വാർഡ് വിഭജനം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പ്രതികൂല ഘടകങ്ങൾ മറികടന്നിട്ടുള്ള വിജയമായിരുന്നു. മാത്രമല്ല ആ കാലഘട്ടത്തിൽ BJP ഇവിടെ എത്രത്തോളമുണ്ട്? ആ കാലഘട്ടം 2010 BJP അത്ര ശക്തമൊന്നുമല്ലല്ലോ. ഇപ്പോൾ ഈ 2025 എത്തുമ്പോൾ അതല്ല സാഹചര്യം. നോക്ക് എവിടെയൊക്കെയാണ് പോയിരിക്കുന്നത്. ഈ മധ്യകേരളം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ഏറെക്കുറെ 80% UDF വിജയിച്ചിരിക്കുന്നത്. മധ്യകേരളവും പത്തനംതിട്ടയും കോട്ടയം ഒക്കെ എങ്ങനെയാണ് കഴിഞ്ഞ 2020 LDFിനോട് ചേർന്ന് നിന്നത്? അത് അവിടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസിനെ ഒപ്പം ചേർത്തത് കൊണ്ടുള്ള നേട്ടങ്ങളുണ്ടായിരുന്നു. ആ നേട്ടമെല്ലാം തിരിച്ച് പൂർണ്ണമായും എന്താണോ UDFിൽ നിന്ന് നേരത്തെ നഷ്ടപ്പെട്ടത് അതൊക്കെ തിരിച്ച് UDFിലേക്ക് വരുന്ന കാഴ്ചയാണ്. അപ്പോൾ BJPക്ക് ക്രൈസ്തവ വോട്ട് ബാങ്കിൽ കയറാൻ കഴിയും എന്നുള്ള ഒരു പ്രത്യാശ കൂടി നഷ്ടപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കാരണം തൃശ്ശൂരിൽ അതാണ് പ്രതിഫലിച്ചിരിക്കുന്നത്. ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് നേട്ടമുണ്ടാക്കാനുണ്ടായ കാര്യം അവിടെ ക്രൈസ്തവരുടെ വോട്ട് കൂടി തന്നെയായിരുന്നു. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ അനുഭവിച്ച വിഷയങ്ങളടക്കം അവിടെ കോൺഗ്രസ് നേതാക്കൾ അവിടെ പ്രത്യേകിച്ച് റോജി എം ജോണിനെ പോലെയുള്ള നേതാക്കൾ അവിടെ പോയി നടത്തിയ ശ്രമങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് UDFിനെ വലിയ രീതിയിൽ പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആലപ്പുഴയിൽ, മാവേലിക്കരയിലും ചെങ്ങന്നൂരുമൊക്കെ LDF NDAയ്ക്ക് പിറകിൽ മൂന്നാമതാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയുള്ള പിന്തുണച്ചുകൊണ്ടിരുന്ന ഭൂരിപക്ഷ വോട്ട് നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഈ ശബരിമല വിഷയത്തിൽ തന്നെയാണ്. അപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന ഈഴവ വോട്ട് ബാങ്ക് പൂർണ്ണമായും തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ള വലിയ വിഷയം അവിടെ നിൽക്കുകയാണ്. കൊല്ലത്ത് വലിയ രീതിയിലുള്ള ചോർച്ചയുണ്ടായതും അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് തിരുത്തുക? നേരത്തെ നടത്തിയ പ്രചാരണങ്ങൾ അത് പാളിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പിഴവാണ് എന്ന് തുറന്ന് സമ്മതിച്ചു കൊണ്ടായിരിക്കുമോ? അതോ ഈ പറയുന്ന ഭരണ നേട്ടങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് വേറെ രൂപത്തിൽ, ഇത് നമുക്കറിയാം PR സംവിധാനങ്ങൾ ഏതൊക്കെ രൂപത്തിലാണ് പ്രവർത്തിച്ചിരുന്നതെന്ന്. പക്ഷെ അതൊന്നുമല്ല ജനങ്ങളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ജനങ്ങൾക്ക് ചെയ്തു എന്ന് പറയുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ അത് ഞങ്ങൾക്ക് വോട്ടായില്ല എന്നത് MM മണി എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് നമ്മൾ കണ്ടു. അത് MM മണിയുടെ മാത്രം ചിന്തയാണെന്ന് കരുതുന്നില്ല. MM മണി അത് ബ്ലണ്ടായി വേറെ രൂപത്തിൽ പറയുന്നു. പക്ഷേ ഈ നേതാക്കൾക്ക് പലർക്കും ഉള്ളിലുണ്ടാകുന്ന ഒരു ചോദ്യം അത് തന്നെയായിരിക്കും. കാരണം ഞങ്ങളിതാ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇതൊക്കെ ചെയ്തിട്ട് ഒരു മിനി ബജറ്റ് അവതരിപ്പിക്കുന്നു. ആ മിനി ബജറ്റിലൂടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയിക്കാമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു വലിയ രൂപത്തിലേക്ക് പോയി അങ്ങനെ ജയിക്കാമെന്നും, അതാണല്ലോ 2020 നമ്മൾ കണ്ടാണ് കിറ്റ് ആ സമയത്ത് ഒരു വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് എത്താൻ കാരണം കോവിഡ് വിഷയമായിരുന്നു. അല്ലാതെ അതുവരെയുള്ള ഭരണം പൂർണ്ണമായും അതിൻ്റെ തൃപ്തിയിൽ കിട്ടിയ വോട്ടല്ല. കോവിഡ് കാലത്ത് വേറൊരു രൂപത്തിൽ ജനം ചിന്തിക്കുന്ന സാഹചര്യമായിരുന്നു. അതാണ് അന്ന് വോട്ടായത്. എന്ത് വിമർശനങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്കിതായി തുടർഭരണമുണ്ട്, നിങ്ങളാരാ ചോദിക്കാൻ എന്ന മട്ടിലാണ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വിമർശനങ്ങളോടുള്ള സമീപനത്തിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് നാളത്തെ യോഗം. നാളെ സെക്രട്ടേറിയറ്റ് ചേരുകയാണല്ലോ. ആ സെക്രട്ടേറിയറ്റിൽ എന്ത് തീരുമാനം വരുന്നു? ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഇപ്പോൾ പാർട്ടിയുടെ ഭാഗമായിരിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുന്ന പത്മകുമാറിനെതിരെ നടപടി എടുത്തുകൊണ്ടാണോ തിരുത്തൽ തുടങ്ങുക എന്നതാണ് അറിയേണ്ടത്. Meet the editors.